ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ? കൂവപ്പൊടി കൊണ്ടുള്ള നല്ലൊരു ഡിഷാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. കൂവപ്പൊടിയിൽ ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം പൊട്ടാസ്യം, കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോൾ കൂട്ടുന്നില്ല. അതുപോലെ തന്നെ ഇത് ഡീഹൈഡ്രേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഈ കൂവപ്പൊടി. അപ്പോൾ നമുക്ക് കൂവ വിരകിയത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ചിലയിടത്ത് ഇതിന് കൂവ പായസം എന്നും പറയാറുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്ത കൂവപ്പൊടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. ഇതിനിപ്പോൾ ആവശ്യമായ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഏകദേശം ഒരു 5 ഗ്ലാസ് വെള്ളം ഞാൻ ഈ ഗ്ലാസ് കണക്കാക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ ഈ ഒരു ബൗൾ നിറച്ചും ശർക്കര പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ശർക്കര പൊടിയിൽ യാതൊരു അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ശർക്കരയുടെ അച്ചാണെങ്കിൽ അത് നിങ്ങൾ ഉരുക്കി അത് അരിച്ചതിന് ശേഷം മാത്രം ചേർക്കണം. ശർക്കരയുടെ പാവാണ് ചേർക്കുന്നതെങ്കിൽ അത് ഒരിക്കലും ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതപ്പോൾ തന്നെ കട്ടയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ചൂടില്ലാതെ തണുത്താറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇതുപോലെ വട്ടത്തിൽ നുറുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂവപ്പൊടി ഇതിൻ്റെ അടിയിൽ വന്ന് ഊറിക്കിടക്കും. അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതുവരേക്കും ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് സ്റ്റൗ ഓണാക്കി കഴിഞ്ഞ ശേഷം ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് തീരെ കൈ എടുക്കാൻ പാടില്ല. നന്നായിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റിൽ കൂടുതൽ നേരം ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരിക്കലും തീ കൂട്ടി വെച്ച് ഇത് വേവിച്ചെടുക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഒരു തിള വരുന്നത് വരെ ഇത് കൈയെടുക്കാതെ ഇങ്ങനെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ശർക്കര കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ കറുത്ത ബൗൾ നിറച്ച് മാത്രമാണ് ഇപ്പോൾ ശർക്കര പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ പഴമൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അവസാനം കുറച്ച് തേങ്ങ ചിരകിയത് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്.
മലയാള മാസത്തിലെ ധനുമാസത്തിലാണ് തിരുവാതിരയ്ക്കാണ് ഇത് നമ്മുടെ വീടുകളിലൊക്കെ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നത്. ഇതിൻ്റെ കളറിപ്പോൾ ഏകദേശം ചേഞ്ചായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ടാവും. പഴവും എല്ലാം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂവ വരകിയത് ഏകദേശം എന്താ കട്ടിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ കൈയെടുക്കാതെ ഇത്ര നേരം ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അതുപോലെ ചെയ്താൽ മാത്രമേ പെർഫെക്റ്റായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ അടി പിടിക്കും. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും, അടിയിലൊന്നും പിടിക്കില്ല. ഇതിലിപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ ഇത് റെഡി ആയിട്ട് വരും. അപ്പോഴേക്കും അതുവരെ നമുക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂവ വരകിയത് ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളയൊക്കെ വന്ന് നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഇതിലേക്ക് അല്പം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടോടെ നമുക്ക് ഇത് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് അല്പം തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂവ വരകിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.